अस्सलामुअलैकुम वरहमतुल्लाहि वबरकातुहू। बिस्मिल्लाहिर रहमानिर रहीम वस्सलातु वस्सलामु अला सय्यिदिना മുഹമ്മദിൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ। പ്രിയമുള്ള മുഅ്മിനീങ്ങളെ, പരിപാവനമായ പരിശുദ്ധമായ റജബ് മാസത്തിന്റെ 12ാമത്തെ രാവിലേക്ക് നമ്മളിതാ പ്രവേശിച്ചിരിക്കുന്നു. നാളെ 12ാമത്തെ പകലാണ്. മാത്രമല്ല, റജബ് മാസത്തിന്റെ 2ാമത്തെ തിങ്കളാഴ്ച രാവാണിന്ന്. നാളെ തിങ്കളാഴ്ച പകൽ. ഒരുപാട് ശ്രേഷ്ഠതകൾ, അതായത് വെള്ളിയാഴ്ച രാവിലെ നമ്മൾ എത്രമാത്രം മഹത്വം കൊടുക്കുമോ ഒരുപക്ഷെ അതിനേക്കാൾ കൂടുതലായി മഹത്വം കൽപ്പിക്കേണ്ട, മഹത്വം കൊടുക്കേണ്ട ഒരു പുണ്യമായ രാവിലാണ് നമ്മളെല്ലാവരും ഉള്ളത്. തിങ്കളാഴ്ച രാവ് ഒരുപാട് ശ്രേഷ്ഠതയുണ്ട്. തിങ്കളാഴ്ച നോമ്പ്, വ്യാഴാഴ്ച നോമ്പ് നമ്മൾ പ്രത്യേകം എല്ലാ മാസത്തിലും പിടിക്കുന്ന നോമ്പാണല്ലോ. ഈ തിങ്കളാഴ്ച നോമ്പിനെയും വ്യാഴാഴ്ച നോമ്പിനെയും പറ്റി ചർച്ച ചെയ്യുന്ന ഉലമാക്കൾക്കിടയിലുള്ള ഒരു പ്രധാനപ്പെട്ട ചർച്ച, തിങ്കളാഴ്ച നോമ്പിനാണ് വ്യാഴാഴ്ച നോമ്പിനേക്കാൾ കൂടുതൽ ശ്രേഷ്ഠതയെന്നാണ്. കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ജനനം കൊണ്ട് അനുഗ്രഹീതമായ ഒരു ദിവസം കൂടിയാണ് തിങ്കളാഴ്ച. മാത്രമല്ല, തിങ്കളാഴ്ച ദിവസം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഒരുപാട് നല്ല കാര്യങ്ങൾ ചെയ്യാൻ തിരഞ്ഞെടുത്ത ദിവസമായിരുന്നു. നബി തങ്ങൾ യാത്ര പോവാനും അതുപോലുള്ള മറ്റു കാര്യങ്ങൾ തുടങ്ങാനൊക്കെ തിങ്കളാഴ്ച സുബ്ഹി നമസ്കാരത്തിന് ശേഷം നബി തങ്ങൾ പ്രത്യേകം പരിഗണിക്കുമായിരുന്നു. അങ്ങനെ നോക്കുമ്പോൾ നാളെ പകൽ, ഇന്നത്തെ രാത്രി ഒരുപാട് നേട്ടമുണ്ട്. പ്രത്യേകിച്ച് റജബ് മാസത്തിന്റെ തിങ്കളാഴ്ച രാവെന്ന് പറഞ്ഞാൽ പഞ്ചാരക്കുന്നിന്മേൽ തേന്മഴ പോലെയാണ്. ഒരുപാട് ഇരട്ടി നേട്ടങ്ങൾ നമുക്ക് കിട്ടുന്ന, ഒരുപാട് ദുആക്ക് ഇജാബത്ത് കിട്ടുന്ന സുന്ദരമായ സമയമാണ്. അപ്പോൾ ഇൻഷാ അല്ലാഹ് ഈ സമയത്ത് നമുക്ക് കുറച്ച് ദിക്റും സ്വലാത്തും തസ്ബീഹൊക്കെ പറഞ്ഞ് നമുക്ക് പ്രത്യേകം ദ്വാരക്കാം. ഇന്നത്തെ മജ്ലിസ് നമുക്കൊരു സ്വലാത്ത് പറഞ്ഞിട്ട് ഇൻഷാ അല്ലാഹ് തുടങ്ങാം. ഒരുപാട് പേരാണ് ദ്വാരക്കാൻ പറഞ്ഞിട്ടുള്ളത്. ഇൻഷാ അല്ലാഹ് എല്ലാവർക്കും വേണ്ടി മൊത്തത്തിൽ നമ്മൾ ദ്വാരക്കുന്നു. പ്രത്യേകിച്ച് ഇന്നത്തെ മജ്ലിസിൽ ഉസ്താദ് പ്രത്യേകം ഞങ്ങൾക്ക് വേണ്ടി ദ്വാരക്കണമെന്ന് ആരെല്ലാം പറഞ്ഞിട്ടുണ്ട് എല്ലാവർക്കും വേണ്ടി നമ്മൾ ദ്വാരക്കും. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് നമ്മുടെ മജ്ലിസ് പരിപൂർണമായി സ്വീകരിക്കുമാറാവട്ടെ, ഖബൂൽ ചെയ്ത് അനുഗ്രഹിക്കുമാറാവട്ടെ. റജബ് മാസത്തിന്റെ മുഴുവൻ പുണ്യങ്ങളും അല്ലാഹു നമുക്കെല്ലാവർക്കും തരുമാറാവട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. സ്വലാത്തുകൾ ഒരുപാട് കണ്ട് ചൊല്ലേണ്ട മാസമാണ് പരിശുദ്ധമായ റജബ്. നമുക്ക് ചൊല്ലിയാലോ? ഒരു പ്രാവശ്യം ചൊല്ലിയാൽ തന്നെ 5 ലക്ഷവും 6 ലക്ഷവും ഒക്കെ സ്വലാത്ത് ചൊല്ലിയ പ്രതിഫലം കിട്ടുന്ന ഒരുപാട് സ്വലാത്തുകളുണ്ട്. അതിൽ പ്രധാനപ്പെട്ട ഒരു സ്വലാത്ത് ഇൻഷാ അല്ലാഹ് നമുക്ക് ചൊല്ലാം. ചൊല്ലിക്കോ. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ അദദ മാ ഫീ ഇൽമില്ലാഹി സ്വലാത്തൻ ദായിമതൻ ബിദവാമി മുൽക്കില്ലാഹ്. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ അദദ മാ ഫീ ഇൽമില്ലാഹി സ്വലാത്തൻ ദായിമതൻ ബിദവാമി മുൽക്കില്ലാഹ്. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ അദദ മാ ഫീ ഇൽമില്ലാഹി സ്വലാത്തൻ ദായിമതൻ ബിദവാമി മുൽക്കില്ലാഹ്. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ അദദ മാ ഫീ ഇൽമില്ലാഹി സ്വലാത്തൻ ദായിമതൻ ബിദവാമി മുൽക്കില്ലാഹ്. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ അദദ മാ ഫീ ഇൽമില്ലാഹി സ്വലാത്തൻ ദായിമതൻ ബിദവാമി മുൽക്കില്ലാഹ്. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ അദദ മാ ഫീ ഇൽമില്ലാഹി സ്വലാത്തൻ ദായിമതൻ ബിദവാമി മുൽക്കില്ലാഹ്. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ അദദ മാ ഫീ ഇൽമില്ലാഹി സ്വലാത്തൻ ദായിമതൻ ബിദവാമി മുൽക്കില്ലാഹ്. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ അദദ മാ ഫീ ഇൽമില്ലാഹി സ്വലാത്തൻ ദായിമതൻ ബിദവാമി മുൽക്കില്ലാഹ്. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ അദദ മാ ഫീ ഇൽമില്ലാഹി സ്വലാത്തൻ ദായിമതൻ ബിദവാമി മുൽക്കില്ലാഹ്. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ അദദ മാ ഫീ ഇൽമില്ലാഹി സ്വലാത്തൻ ദായിമതൻ ബിദവാമി മുൽക്കില്ലാഹ്. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ അദദ മാ ഫീ ഇൽമില്ലാഹി സ്വലാത്തൻ ദായിമതൻ ബിദവാമി മുൽക്കില്ലാഹ്. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ അദദ മാ ഫീ ഇൽമില്ലാഹി സ്വലാത്തൻ ദായിമതൻ ബിദവാമി മുൽക്കില്ലാഹ്. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ അദദ മാ ഫീ ഇൽമില്ലാഹി സ്വലാത്തൻ ദായിമതൻ ബിദവാമി മുൽക്കില്ലാഹ്. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ അദദ മാ ഫീ ഇൽമില്ലാഹി സ്വലാത്തൻ ദായിമതൻ ബിദവാമി മുൽക്കില്ലാഹ്. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ അദദ മാ ഫീ ഇൽമില്ലാഹി സ്വലാത്തൻ ദായിമതൻ ബിദവാമി മുൽക്കില്ലാഹ്.
اللهم صل على سيدنا محمد عدد ما في علم الله صلاة دائمة بدوام ملك الله اللهم صل على سيدنا محمد عدد ما في علم الله صلاة دائمة بدوام ملك الله നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ നേരിട്ട് കണ്ട് നമ്മുടെ സ്വലാത്തും സലാമും ഒക്കെ നമ്മൾ സമർപ്പിക്കുന്ന അത്ഭുതപ്പെടുത്തുന്ന ഒരു സ്വലാത്തുണ്ട്. ആ സ്വലാത്ത് നമുക്കൊന്ന് ചൊല്ലാം. മുത്തുനബിയെ നേരിട്ട് കാണുന്ന പ്രതീതിയിലാവണം ഈ സ്വലാത്ത് പറയേണ്ടത്. പറഞ്ഞു, അസ്സലാത്തു വസ്സലാമു അലൈക യാ സയ്യിദി യാ റസൂലല്ലാഹ് അസ്സലാത്തു വസ്സലാമു അലൈക യാ സയ്യിദി യാ റസൂലല്ലാഹ് അസ്സലാത്തു വസ്സലാമു അലൈക യാ സയ്യിദി യാ റസൂലല്ലാഹ് الصلاة والسلام عليك يا سيدي يا رسول الله 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 പരിശുദ്ധമായ റജബ് മാസത്തിൽ ഇസ്തിഗ്ഫാർ കൂടുതൽ അധികരിപ്പിക്കണം. അല്ലാഹുക്ക് ഭയങ്കര ഇഷ്ടമാണ്. പറഞ്ഞാലോ ഇസ്തിഗ്ഫാർ? പറഞ്ഞോ, അസ്തഗ്ഫിറുല്ലാഹൽ അലീം യാ ദൽ ജലാലി വൽ ഇക്റാം 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 അസ്തഗ്ഫിറുല്ലാഹൽ അലീം യാ ദൽ ജലാലി വൽ ഇക്റാം
അസ്തഗ്ഫിറുല്ലാഹൽ അലീം യാ ദൽ ജലാലി വൽ ഇക്റാം അസ്തഗ്ഫിറുല്ലാഹൽ അലീം യാ ദൽ ജലാലി വൽ ഇക്റാം അസ്തഗ്ഫിറുല്ലാഹൽ അലീം യാ ദൽ ജലാലി വൽ ഇക്റാം അസ്തഗ്ഫിറുല്ലാഹൽ അലീം യാ ദൽ ജലാലി വൽ ഇക്റാം അസ്തഗ്ഫിറുല്ലാഹൽ അലീം യാ ദൽ ജലാലി വൽ ഇക്റാം അസ്തഗ്ഫിറുല്ലാഹൽ അലീം യാ ദൽ ജലാലി വൽ ഇക്റാം അസ്തഗ്ഫിറുല്ലാഹൽ അലീം യാ ദൽ ജലാലി വൽ ഇക്റാം അസ്തഗ്ഫിറുല്ലാഹൽ അലീം യാ ദൽ ജലാലി വൽ ഇക്റാം അസ്തഗ്ഫിറുല്ലാഹൽ അലീം യാ ദൽ ജലാലി വൽ ഇക്റാം അസ്തഗ്ഫിറുല്ലാഹൽ അലീം യാ ദൽ ജലാലി വൽ ഇക്റാം അസ്തഗ്ഫിറുല്ലാഹൽ അലീം യാ ദൽ ജലാലി വൽ ഇക്റാം അസ്തഗ്ഫിറുല്ലാഹൽ അലീം യാ ദൽ ജലാലി വൽ ഇക്റാം അസ്തഗ്ഫിറുല്ലാഹൽ അലീം യാ ദൽ ജലാലി വൽ ഇക്റാം അസ്തഗ്ഫിറുല്ലാഹൽ അലീം യാ ദൽ ജലാലി വൽ ഇക്റാം അസ്തഗ്ഫിറുല്ലാഹൽ അലീം യാ ദൽ ജലാലി വൽ ഇക്റാം അസ്തഗ്ഫിറുല്ലാഹൽ അലീം യാ ദൽ ജലാലി വൽ ഇക്റാം അസ്തഗ്ഫിറുല്ലാഹൽ അലീം യാ ദൽ ജലാലി വൽ ഇക്റാം. ഇൻഷാ അല്ലാഹ് ഇനി നമ്മൾ പറയുന്നത് പരിപാവനമായ റജബ് മാസത്തിൻ്റെ രണ്ടാമത്തെ പത്തിൽ സ്പെഷ്യലായി നമുക്ക് പറയാൻ മഹത്തുക്കൾ നിർദ്ദേശിച്ചു തന്ന ഒരുപാട് ഗുണങ്ങൾ നമ്മളെ തേടിയെത്തുന്ന ഒരു തസ്ബീഹാണ് ഇനി നമ്മൾ പറയാൻ പോകുന്നത്. അല്ലാഹു തആല ഇത് പറയുമ്പോൾ എന്തൊക്കെ നേട്ടങ്ങളുണ്ടോ അത് മുഴുവനും റബ്ബ് നമുക്ക് എല്ലാവർക്കും നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ഇൻഷാ അല്ലാഹ് എല്ലാവരും ഒന്നിച്ചു പറഞ്ഞു കേട്ടോ. സുബ്ഹാനല്ലാഹിൽ അഹദിസ് സ്വമദ് 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 സുബ്ഹാനല്ലാഹിൽ അഹദിസ് സ്വമദ്. നമ്മുടെ മക്കളൊക്കെ സ്വാലിഹീങ്ങളാവണം, അതല്ലേ നമ്മുടെ ആഗ്രഹം. വിശുദ്ധമായ ഖുർആനിൽ ഒരു ആയത്തിൻ്റെ ചെറിയൊരു കഷ്ണമുണ്ട്, അത് വലിയ ശ്രേഷ്ഠതയുള്ളതാണ്. പ്രവാചകന്മാർ പറഞ്ഞ ഒരു വാക്കാണത്. ഇൻഷാ അല്ലാഹ് അതൊരു ദുആയാണ്. നമുക്കൊന്ന് പറഞ്ഞാലോ. നമ്മുടെ മക്കളെ അല്ലാഹു തആല സ്വാലിഹീങ്ങളും സ്വാലിഹാത്തുകളും ആക്കി വളർത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. പറഞ്ഞോ. റബ്ബി ഹബിലി മിനസ് സ്വാലിഹീൻ 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 റബ്ബി ഹബിലി മിനസ്
الصالحين رب هب لي من 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 الصالحين നമ്മുടെ ഉമ്മാക്കും വാപ്പാക്കും വേണ്ടി ദുആ ചെയ്യാതെ റജബ് മാസത്തിലെ ഒരു ദുആയും കടന്നു പോകരുത്. മരണപ്പെട്ട ഉമ്മയാവട്ടെ വാപ്പയാവട്ടെ ജീവിച്ചിരിക്കുന്നവരാവട്ടെ എല്ലാ മാതാപിതാക്കൾക്ക് വേണ്ടിയും നമ്മൾ ദുആരക്കണം അല്ലേ? അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് നമ്മുടെ ഉമ്മാക്കും വാപ്പാക്കും സ്വർഗ്ഗം നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ആമീൻ. നമുക്കൊന്ന് അവർക്ക് വേണ്ടി ദുആ ചെയ്താലോ? പറഞ്ഞോ, റബ്ബിർഹംഹുമാ കമാ റബ്ബയാനി സഗീറാ 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 റബ്ബിർഹംഹുമാ കമാ റബ്ബയാനി
صغيرا رب ارحمهما كما ربياني 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 صغيرا. മറ്റൊരു ഇസ്തിഗ്ഫാർ. ഈ ഒരു ഇസ്തിഗ്ഫാറിന്റെ നേട്ടം അള്ളാഹുവിലേക്ക് കൂടുതൽ നമുക്ക് അടുക്കാനും അള്ളാഹ് നമ്മളിലേക്ക് കൂടുതൽ ഇഷ്ടം വെക്കാനും ഒക്കെ കാരണമാകുന്ന ഒരു ഇസ്തിഗ്ഫാറാണ്. പറഞ്ഞോ, അസ്തഗ്ഫിറുല്ലാഹൽ അലീം ഇന്നഹു കാന ഗഫാറാ 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 അസ്തഗ്ഫിറുല്ലാഹൽ അലീം إنه كان غفارا أستغفر الله العظيم 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 إنه كان غفارا. സ്വർഗ്ഗാവകാശികൾ അവർ പറയുന്ന ദുആകൾ എമ്പാടും ഖുർആനിലുണ്ട്. അതിൽ വളരെ പ്രധാനപ്പെട്ട ഒരു ദുആയാണ് ഇൻഷാ അല്ലാഹ് നമ്മൾ പറയാൻ പോകും. നമ്മുടെ കുടുംബത്തിൻ്റെ സ്വസ്ഥതയ്ക്കും സമാധാനത്തിനും കുടുംബജീവിതത്തിലെ എല്ലാവിധ ബറക്കത്തും കിട്ടാൻ ഈ ഒരു ദുആ നമ്മൾ പതിവാക്കണമെന്നാണ്. ഭർത്താവിൻ്റെ സ്വഭാവം നന്നാവാൻ, ഭാര്യയുടെ സ്വഭാവം നന്നാവാൻ, മക്കൾ പറഞ്ഞിട്ട് അനുസരിക്കുന്നവരാവാൻ ഈ ദുആ നമ്മൾ പതിവാക്കണം. കേട്ടോ, ഏതാണ് ആ ദുആ? റബ്ബനാ ഹബ് ലനാ മിൻ അസ്വാജിനാ വദുർരിയാതിനാ ഖുർറത അഅ്യുനിൻ വജഅൽനാ ലിൽ മുത്തഖീന ഇമാമാ ربنا هب لنا من أزواجنا وذرياتنا قرة أعين وجعلنا للمتقين إماما ربنا هب لنا من أزواجنا وذرياتنا قرة أعين وجعلنا للمتقين إماما ربنا هب لنا من أزواجنا وذرياتنا قرة أعين وجعلنا للمتقين إماما ربنا هب لنا
لنا من أزواجنا وذرياتنا قرة أعين واجعلنا للمتقين إماما ربنا هب لنا من أزواجنا وذرياتنا قرة أعين واجعلنا للمتقين إماما ربنا هب لنا من أزواجنا وذرياتنا قرة أعين واجعلنا للمتقين إماما ربنا هب لنا من أزواجنا وذرياتنا قرة أعين واجعلنا للمتقين إماما ربنا هب لنا من أزواجنا وذرياتنا قرة أعين واجعلنا للمتقين إماما ربنا هب لنا من أزواجنا وذرياتنا قرة أعين واجعلنا للمتقين إماما ربنا هب لنا من أزواجنا وذرياتنا قرة أعين واجعلنا للمتقين إماما ربنا هب لنا من أزواجنا وذرياتنا قرة أعين واجعلنا للمتقين إماما ربنا هب لنا من أزواجنا وذرياتنا قرة أعين واجعلنا للمتقين إماما ربنا هب لنا من أزواجنا وذرياتنا قرة أعين واجعلنا للمتقين إماما ربنا هب لنا من أزواجنا وذرياتنا قرة أعين واجعلنا للمتقين إماما ربنا هب لنا من أزواجنا وذرياتنا قرة أعين واجعلنا للمتقين إماما ربنا هب لنا من أزواجنا وذرياتنا قرة أعين واجعلنا للمتقين إماما الحمد لله നമ്മുടെ ഈ സ്വലാത്തിൻ്റെ ദിക്റിൻ്റെ തസ്ബീഹിൻ്റെ ഈ അദ്കാറുകളുടെ ഈ മജ്ലിസ് അല്ലാഹു സുബ്ഹാനഹു വ തആല എന്തുകൊണ്ടും സ്വീകരിക്കും. അല്ലാഹു ഖബൂൽ ചെയ്ത് അനുഗ്രഹിക്കുമാറാവട്ടെ. കാരണം ഈ ദിക്റിന്റെ മജ്ലിസിൽ പങ്കെടുക്കുന്നത് ഒരുപാട് ഉമ്മമാരുണ്ട്, ഒരുപാട് ഉപ്പമാരുണ്ട്, ഒരുപാട് സഹോദരിമാര് സഹോദരങ്ങൾ അല്ലേ. അവർക്കൊക്കെ ഇൻഷാ അല്ലാഹ് വലിയ ഒരു അത്താണിയാണ്. നമ്മൾ ഇൻഷാ അല്ലാഹ് ദുആയിലേക്ക് പ്രവേശിക്കുകയാണ്. അവരൊക്കെ പറയുന്ന ഒരു ആമീനിന്റെ ആ ഒരു പവർ കൊണ്ടായിരിക്കാം നമ്മളൊക്കെ ഇങ്ങനെ ഓരോ ദിവസവും ഇങ്ങനെ സ്വലാത്തിന്റെ മജ്ലിസിൽ പങ്കെടുക്കാനും അതുപോലെ തന്നെ രാവിലത്തെ ക്ലാസ്സുകളൊക്കെ നമുക്കിങ്ങനെ പറയാനുള്ള ആവേശം ആർജവം തരുന്നത് നിങ്ങൾ ഓരോരുത്തരുമാണ്. നിങ്ങളുടെ ദുആയാണ്, നമ്മുടെ സപ്പോർട്ടാണ് നമ്മുടെ ഈ ചാനലിൻ്റെ വളർച്ച. അല്ലാഹുവേ പടച്ചവനെ, ഞങ്ങളുടെ ഈ കൂട്ടായ്മ നീ പരിപൂർണമായി സ്വീകരിക്കണേ. അല്ലാഹ്, ഞങ്ങളുടെ കൂട്ടത്തിൽ ഒരുപാട് രോഗികളുണ്ട്, പ്രയാസങ്ങൾ അനുഭവിക്കുന്നവരുണ്ട്, അതുപോലെ പ്രശ്നത്തിലായവരുണ്ട്, കള്ളക്കേസുകളിൽ കുടുങ്ങിയവരുണ്ട്. എല്ലാവരുടെയും എല്ലാ പ്രയാസ പ്രശ്നങ്ങളും അല്ലാഹുവേ ഈ മാസത്തിന്റെ ബർക്കത്ത് കൊണ്ട് നീ മാറ്റിത്തരണേ. അല്ലാഹ് ആമീൻ യാ റബ്ബൽ ആലമീൻ. ഇൻഷാ അല്ലാഹ് പതിവ് പോലെ സൂറത്തുൽ ഫാത്തിഹ, ഇഖ്ലാസ് സൂറത്ത് 3 പ്രാവശ്യം, സൂറത്തുൽ ഫലക്ക്, അതുപോലെ സൂറത്തുൻ നാസ്, ഇതൊക്കെ നമുക്ക് ഓരോ വട്ടം ഓതി, സൂറത്തുൽ ഇഖ്ലാസ് 3 വട്ടം ഓതി ഇൻഷാ അല്ലാഹ് നമുക്ക് ദുആയിലേക്ക് പ്രവേശിക്കാം. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് നമ്മുടെ മജ്ലിസിനെ പരിപൂർണമായി സ്വീകരിക്കുമാറാവട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. അൽ ഫാത്തിഹ. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അർറഹ്മാനിർ റഹീം. മാലികി യൗമിദ്ദീൻ. إياك نعبد وإياك نستعين اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين آمين. بسم الله الرحمن الرحيم. قل هو الله أحد الله الصمد لم يلد ولم يولد ولم يكن له كفوا أحد. بسم الله الرحمن الرحيم. قل هو الله أحد الله الصمد لم يلد ولم يولد ولم يكن له كفوا أحد. بسم الله الرحمن الرحيم. قل هو الله أحد الله الصمد لم يلد ولم يولد ولم يكن له كفوا أحد. بسم الله الرحمن الرحيم. قل أعوذ برب الفلق من شر ما خلق ومن شر غاسق إذا وقب ومن شر النفاثات في العقد ومن شر حاسد إذا حسد. بسم الله الرحمن الرحيم.
ഖുൽ അഊദു ബിറബ്ബിൻ നാസ് മലിക്കിൻ നാസ് ഇലാഹിൻ നാസ് മിൻ ശർരിൽ വസ്വാസിൽ ഖന്നാസ് അല്ലദീ യുവസ്വിസു ഫീ സുദൂരിൻ നാസ് മിനൽ ജിന്നതി വന്നാസ്. ഇൻഷാ അല്ലാഹ് നമ്മൾ ദുആ ചെയ്യാൻ പോവുകയാണ്. നമ്മുടെ ഇന്നത്തെ മജ്ലിസിൽ ആരൊക്കെ നമ്മളോട് ദുആ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ടോ എല്ലാവർക്കും വേണ്ടി നമ്മൾ ഇൻഷാ അല്ലാഹ് മൊത്തത്തിൽ ദുആ രക്കും. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് നമ്മുടെ ദുആയിനെ സ്വീകരിക്കട്ടെ. ആമീൻ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അല്ലാഹുമ്മ സ്വല്ലി വസല്ലിം വബാരിക് അലാ റസൂലിക സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലി സയ്യിദിനാ വമൗലാനാ മുഹമ്മദ്. അല്ലാഹുമ്മ അൻസിൽഹുൽ മഖഅദൽ മുഖറബ ഇൻദക യൗമൽ ഖിയാമ. റബ്ബനാ ളലംനാ അൻഫുസനാ വഇല്ലം തഗ്ഫിർ ലനാ വതർഹംനാ ലനകൂനന്ന മിനൽ ഖാസിരീൻ. റബ്ബനാ ആതിനാ ഫിദ് ദുനിയാ ഹസനതൻ വഫിൽ ആഖിറതി ഹസനതൻ വഖിനാ അദാബൻ നാർ. റബ്ബനാ ഹബ് ലനാ മിൻ അസ്വാജിനാ വദുർരിയാതിനാ ഖുർറത അഅ്യുനിൻ വജഅൽനാ ലിൽ മുത്തഖീന ഇമാമാ. റബ്ബിർഹംഹുമാ കമാ റബ്ബയാനി സ്വഗീറാ. അർഹമുർ റഹീമീനായ കരുണയുള്ള റബ്ബേ, രാജാതിരാജനായ റഹ്മാനെ, ഞങ്ങളുടെ ഒരുമിച്ച് കൂടൽ നീ സ്വീകരിക്കണേ അല്ലാഹ്. ജീവിതത്തിൽ ഒരുപാട് അബദ്ധങ്ങൾ പറ്റിയവരാണ്, ഒരുപാട് തെറ്റുകുറ്റങ്ങൾ ചെയ്തു പോയവരാണ്. അല്ലാഹുവേ, അറിഞ്ഞും അറിയാതെയും ചെറുതും വലുതും രഹസ്യവും പരസ്യവുമായി ഒറ്റക്കും കൂട്ടായി ചെയ്തു പോയ മുഴുവൻ തെറ്റുകുറ്റങ്ങളും അല്ലാഹുവേ ഈ മജ്ലിസിന്റെ ബറക്കത്ത് കൊണ്ട്, ഈ മാസത്തിന്റെ ഹക്ക് കൊണ്ട് അല്ലാഹു ഞങ്ങൾ ചൊല്ലിയ ഒരുപാട് ദിക്റുകളുണ്ട്, ഒരുപാട് തസ്ബീഹുകളുണ്ട്, സ്വലാത്തുകളുണ്ട്, ഇസ്മുകളുണ്ട്. അതിന്റെ ഒക്കെ ബറക്കത്ത് കൊണ്ട് നീ വിട്ടുപുറത്ത് മാപ്പാക്കണേ അല്ലാഹ്. അല്ലാഹു ഞങ്ങളിൽ നിന്നും മരണപ്പെട്ടു ഞങ്ങളുടെ മാതാപിതാക്കൾ, ഭാര്യ, സന്താനങ്ങൾ, ഭർത്താക്കന്മാർ, കൂട്ടുകാർ, നാട്ടുകാർ എല്ലാവർക്കും നീ സ്വർഗത്തിൽ ഉന്നതമായ സ്ഥാനം കൊടുക്കണേ അല്ലാഹ്. ഇന്നല്ലെങ്കിൽ നാളെ ഞങ്ങളൊക്കെ മരിക്കാനുള്ളവരാണ്. ഞങ്ങൾ മരിച്ച് ഞങ്ങളുടെ ഖബറിലേക്ക് ഞങ്ങൾ ചെല്ലുമ്പോൾ ഞങ്ങളുടെ ഖബർ നീ വിശാലമാക്കി തരണേ അല്ലാഹ്. അല്ലാഹുവേ, പടച്ചവനെ, റഹ്മാനായ റബ്ബേ, ഞങ്ങളുടെ എല്ലാവരുടെയും ഈ മജ്ലിസ്, ഞങ്ങളുടെ ദുആ നീ ഖബൂൽ ചെയ്യണേ അല്ലാഹ്. പരിശുദ്ധമായ റജബ് മാസത്തിലാണ് ഞങ്ങൾ എല്ലാവരും ഉള്ളത്. റജബിൽ അല്ലാഹുവേ, നിന്റെ മുത്തുനബി മുഹമ്മദ് മുസ്തഫ തങ്ങൾ ഒരുപാട് ബറക്കത്തിനെ ചോദിച്ചല്ലോ, ഞങ്ങളും ചോദിക്കുകയാണ് റബ്ബേ. ഞങ്ങൾക്ക് എല്ലാവർക്കും നിന്റെ ബറക്കത്ത് തരണേ അല്ലാഹ്. ശഅബാനിലും നീ ഞങ്ങൾക്ക് ബറക്കത്ത് ചൊരിയണേ അല്ലാഹ്. റമളാൻ മാസത്തിലേക്ക് ഞങ്ങളെ നീ എത്തിക്കണേ അല്ലാഹ്. അല്ലാഹുവേ, പടച്ചവനെ, ഈ റജബ് മാസത്തെ പൂർണ്ണമായും പ്രയോജനപ്പെടുത്താനും ഒരുപാട് സൽക്കർമ്മങ്ങൾ ചെയ്യാനും ഞങ്ങൾക്ക് എല്ലാവർക്കും തൗഫീക്ക് തരണേ അല്ലാഹ്. ആയിരക്കണക്കിന് സഹോദരിമാരും സഹോദരങ്ങളും ദുആ വസിയത്ത് പറഞ്ഞിട്ടുണ്ട്. റബ്ബേ, അവരുടെ എല്ലാവരുടെയും മനസ്സിലുള്ള എല്ലാ ഹലാലായ മുറാദും നീ ഹാസിലാക്കി കൊടുക്കണേ അല്ലാഹ്. ഒരുപാട് വിഷമങ്ങളുള്ളവരുണ്ട്, സങ്കടങ്ങളുള്ളവരുണ്ട്, നീ മാറ്റി കൊടുക്കണേ അല്ലാഹ്. ഒരുപാട് മാനസികമായ ശാരീരികമായ ബുദ്ധിമുട്ട് പ്രയാസങ്ങൾ അനുഭവിക്കുന്നവരുണ്ട്. എല്ലാ പ്രയാസ പ്രശ്നങ്ങളും നീ മാറ്റി കൊടുക്കണേ അല്ലാഹ്. ക്യാൻസർ പോലെ, ബ്രെയിൻ ട്യൂമർ പോലെ, അതുപോലെ തന്നെ ഞങ്ങൾക്ക് കേട്ടുകേൾവിയില്ലാത്ത ഒരുപാട് രോഗങ്ങൾ പടർന്നു പിടിക്കുന്ന കാലമാണ് അല്ലാഹുവേ. മരുന്നില്ലാത്ത രോഗങ്ങളാണ്, പേരില്ലാത്ത രോഗങ്ങളാണ്. ഞങ്ങളെയും ഞങ്ങളുടെ മക്കളെയും നീ പരിശുദ്ധമായ റജബ് മാസത്തിന്റെ പുണ്യമായ ഈ ദിനരാത്രങ്ങളുടെ ബറക്കത്ത് കൊണ്ട് റബ്ബേ എല്ലാ രോഗങ്ങളെ തൊട്ടും നീ കാക്കണേ അല്ലാഹ്. ആർക്കെല്ലാം എന്തെല്ലാം അസുഖങ്ങളുണ്ടോ നീ ശിഫയാക്കി കൊടുക്കണേ അല്ലാഹ്. അല്ലാഹുവേ, ഒരുപാട് പേര് പ്രത്യേകം ദുആരക്കാൻ പറഞ്ഞിട്ടുണ്ട്. ഒരു സഹോദരി അവരുടെ നരമ്പിന്റെ പ്രശ്നങ്ങൾ, ന്യൂറോ പ്രശ്നം പറഞ്ഞ് ദുആ വസിയത്ത് പറഞ്ഞിട്ടുണ്ട്. അതോടൊപ്പം തന്നെ അവരുടെ മാനസികമായ ശാരീരികമായ ബുദ്ധിമുട്ട് മാറാൻ ദുആരക്കാൻ പറഞ്ഞവരുണ്ട്. കിഡ്നി രണ്ടും ഫെയിലാണ് ഉസ്താദേ, അത് ഓപ്പറേഷൻ നടക്കുകയാണ്, ദുആ വസിയത്ത് പറഞ്ഞിട്ടുണ്ട്. ഫാറ്റി ലിവർ വന്നിട്ട് വലിയ പ്രശ്നമാണ് ഉസ്താദേ, ദുആരക്കാൻ പറഞ്ഞവർ. ഇങ്ങനെ ഒരുപാട് ദുആ വസിയത്ത് ഓരോ ദിവസവും പലരും പറയാറുണ്ട്. എല്ലാ രോഗങ്ങളും നീ ശിഫയാക്കി കൊടുക്കണേ അല്ലാഹ്. ഞങ്ങൾ കഴിക്കുന്ന മരുന്നുകളിൽ നീ ശിഫാ തരണേ അല്ലാഹ്. അല്ലാഹുവേ, പടച്ചവനെ, അങ്ങനെ ഒരുപാട് പേര് ദുആ വസിയത്ത്, പ്രത്യേകിച്ച് കടങ്ങൾ കൊണ്ട്, ലക്ഷക്കണക്കിന് കടമാണ് ഉസ്താദേ, കടങ്ങൾ കൊണ്ട് പ്രയാസപ്പെടുന്ന, അതുപോലെ തന്നെ ലോണിൽ കുടുങ്ങിപ്പോയ ആളുകളുണ്ട്, വീട് ജപ്തിയിൽ നിൽക്കുന്ന ആളുകളുണ്ട്. റഹ്മാനെ, എല്ലാവർക്കും നീ സലാമത്ത് കൊടുക്കണേ അല്ലാഹ്. കടങ്ങൾ മാറ്റിത്തരണേ അല്ലാഹ്. കടങ്ങൾ വേഗത്തിൽ വീട്ടാനുള്ള വഴികൾ നീ തുറന്നു തരണേ റഹ്മാനെ. അല്ലാഹു, ഞങ്ങളുടെ മക്കളുടെ പരീക്ഷകളൊക്കെ വരികയാണ്. പലരുടെയും പരീക്ഷ കഴിഞ്ഞു, ഇനിയും പരീക്ഷ എഴുതാനുള്ളവരുണ്ട്, അതുപോലെ ഇന്റർവ്യൂവിന് പോകുന്നവരുണ്ട്. അല്ലാഹുവേ, നീ ഉന്നതമായ വിജയം കൊടുക്കണേ അല്ലാഹ്. ഉന്നതമായ വിജയം തരണേ അല്ലാഹ്. കരുണയുള്ള അല്ലാഹ്, റഹ്മാനായ അല്ലാഹ്, റഹീമായ അല്ലാഹ്, വദൂദായ അല്ലാഹ്, ജബ്ബാറായ അല്ലാഹ്, സത്താറായ അല്ലാഹ്. റഹ്മാനെ, പടച്ചവനെ, ആരെല്ലാം എന്തെല്ലാം വിഷമങ്ങൾ, പ്രയാസങ്ങൾ പറഞ്ഞ് ദുആ വസിയത്ത് പറഞ്ഞിട്ടുണ്ടോ, എഴുതിയിട്ടുണ്ടോ, അവരുടെ വിഷമങ്ങൾ നീ മാറ്റി കൊടുക്കണേ അല്ലാഹ്. അവരുടെ സങ്കടങ്ങൾ നീ ദൂരീകരിക്കണേ അല്ലാഹ്.
അവരുടെ മനപ്രയാസങ്ങൾ, ശാരീരികമായ, മാനസികമായ, സാമ്പത്തികമായ ബുദ്ധിമുട്ടുകൾ നീ മാറ്റി കൊടുക്കണേ അല്ലാ. ആരെല്ലാം എന്തെല്ലാം കമന്റ് എഴുതിയെന്ന് നിനക്കറിയാം റബ്ബേ. അവരുടെ മനസ്സിന്റെ മുറാദുകൾ നീ ഹാസിലാക്കി കൊടുക്കണേ അല്ലാ. എല്ലാവർക്കും നീ സന്തോഷവും സമാധാനവും കൊടുക്കണേ അല്ലാ. പരിശുദ്ധമായ റമളാൻ മാസത്തിലേക്ക് ഞങ്ങളെ നീ എത്തിക്കണേ അല്ലാ. ഒരുപാട് നന്മകൾ ചെയ്യാനുള്ള തൗഫീക്ക് തരണേ റഹ്മാനെ. ഞങ്ങളുടെ ദുആയിനെ നീ സ്വീകരിക്കണേ അല്ലാ. ഖബൂൽ ചെയ്യണേ അല്ലാ. തട്ടിക്കളയല്ലേ അല്ലാ. അല്ലാഹുവേ പടച്ചവനെ, ഞങ്ങൾക്ക് എല്ലാവർക്കും എല്ലാ നിഅമത്തുകളും നീ വാരിക്കോരി തരണേ അല്ലാ. നിന്റെ പരീക്ഷണങ്ങളെ തൊട്ട് കാക്കണേ അല്ലാ. റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അന്തസ് സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അന്തത് തവ്വാബുർ റഹീം. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. ബിഫദ്ലി സ്വല്ലല്ലാഹു അലാ മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. സ്വല്ലല്ലാഹു അലാ മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദ് യാ റബ്ബി സ്വല്ലി അലൈഹി വസല്ലം. അൽഹംദുലില്ലാ, അൽഹംദുലില്ലാ. നമ്മുടെ ഇന്നത്തെ മജ്ലിസ് അവസാനിച്ചു. നാളെയും നമ്മുടെ ദിക്റിന്റെ മജ്ലിസ് ഉണ്ടാകും. കഴിയുന്നവരൊക്കെ പങ്കെടുക്കുക. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് നമുക്ക് എല്ലാ വിധത്തിലുള്ള അനുഗ്രഹങ്ങളും നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ, നമ്മളെ സന്തോഷിപ്പിക്കുമാറാവട്ടെ. എല്ലാവരും പരസ്പരം ദുആരക്കുക. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് ഖബൂൽ ചെയ്യട്ടെ. ആമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.